ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രസകരമായൊരു വിഷയമാണ്. നിങ്ങൾക്കുമാകാം കാര്യച്ചിൽ. ഞാനിത് എൻ്റെ വാക്കുകളല്ല കേട്ടോ. ഞാൻ UK പോകുമ്പോൾ ഉറപ്പായിട്ടും പോകുന്ന ഒരു ഭവനം ലണ്ടനടുത്ത് സൗത്താണ്, ഈസ്റ്റാണ്, ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന ഒരു മലയാളി കുടുംബം. അവർക്ക് 2 പെൺമക്കളാണ്. അതിൽ ഇളയ കൊച്ച് അന്നക്കൊച്ചെന്ന് വിളിക്കാൻ. അവിടെ ചെല്ലുമ്പോൾ വീട്ടിൽ താമസിക്കുമ്പോൾ വളരെ കാര്യമായിട്ട് വർത്തമാനം പറയുകയും അങ്ങനെ ഇടപഴകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അന്നക്കൊച്ചൻ. അവരിങ്ങനെ സ്ഥിരമായിട്ട് അപ്പൻ്റെ കൂടെ ഇരുന്നായിരിക്കാം സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രോഗ്രാം വാച്ച് ചെയ്യുമായിരുന്നു, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. അതിങ്ങനെ വാച്ച് ചെയ്ത് അത് മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കാം ഒരു ദിവസം ഇവളിങ്ങനെ വന്നിട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഞാനൊരു കാര്യം പറയട്ടെ എന്നാടി. അപ്പോൾ അവളിങ്ങനെ വിരൽ ഉയർത്തിപ്പിടിച്ച് അവൾ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്കുമാകാം കാര്യച്ചൻ. ഞാൻ അവളെ ഉദ്ദേശിച്ചത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ വെളിച്ചത്തിൽ അവളെ പറഞ്ഞ ഒരു കാര്യം, കരിച്ചനെ പോലെ മറ്റുള്ളവർക്കും ആകാൻ പറ്റും, നിങ്ങൾക്കുമാകാം കാര്യച്ചൻ. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വചനത്തിൻ്റെ അഭിഷേകം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം പല ധ്യാനങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ വന്ന് പറയുന്നൊരു കാര്യം, അച്ഛാ നിങ്ങളൊക്കെ ഇങ്ങനെ വചനം പറയുന്നത് കേൾക്കുമ്പോൾ കൊതി വരുന്നു. ഞാൻ പല പ്രാവശ്യം ഈ ബൈബിൾ വായിച്ചിട്ടും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു 10 വചനം പറഞ്ഞ് പ്രസംഗിക്കാൻ ആഗ്രഹിച്ചിട്ട് പറ്റാതെ പോകുന്നൊരവസ്ഥ, നോട്ടില്ലാതെ എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളൊക്കെ ഓഫ് ഹാൻഡായിട്ട് ഇങ്ങനെ വചനം പറയുന്നത് കേൾക്കുമ്പോൾ കൊതി വരുന്നു. ഞാൻ അവരോട് സൂചിപ്പിക്കാറുള്ള ഒരു കാര്യം, നിങ്ങളെക്കാൾ മോശമായ ഒരവസ്ഥയിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ വചനം വായിച്ചാൽ ഓർത്തിരിക്കുന്ന കാര്യത്തിൽ. ഒരു കാലത്ത് എനിക്ക് 50 പ്രാവശ്യം ഒരു വചനം വായിച്ചാലും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. മറ്റ് പോയിന്റോ ഫോൺ നമ്പരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. യാത്ര പോയി കഴിഞ്ഞാൽ ആ വഴി ഓർത്തിരിക്കാൻ പറ്റും. പക്ഷേ ഒരു വചനം ഓർക്കുന്നത് എനിക്ക് ദുസ്സഹമായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അതിന് മാറ്റം വന്നത്. ഞാനൊരു ധ്യാനം കൂടി, ആ ധ്യാനത്തിലാരും എൻ്റെ പേര് പറഞ്ഞില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ എവിടെയെങ്കിലും ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചാൽ, അല്ലെ 1-2 പ്രാവശ്യം വായിച്ചാൽ എൻ്റെ മനസ്സിൽ പതിക്കും. ബൈബിൾ തുറന്നാണേലും എൻ്റെ ആത്മീയ വായന വചനം വായിക്കുമ്പോൾ അതിങ്ങനെ മനസ്സിൽ പതിയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഒരുപാട് വചനങ്ങൾ ഓർത്തിരിക്കാനും അത് പ്രസംഗത്തിൽ പറയാനും സാധിക്കുന്നത്. അത് കണ്ടിട്ടാണ് ചിലർ സൂചിപ്പിച്ചത്, ഇങ്ങനെയൊക്കെ ഒന്ന് വചനം പറയാൻ പറ്റിയെങ്കിൽ അതിന് എനിക്ക് കൊതി വരുന്നു എന്നുള്ളത്. അവരോട് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ ഇന്ന് വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുമാകാം ഈ വചന പ്രഘോഷണം. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലും സാധ്യമാകും എന്നുള്ളത് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചനവുമായി ബന്ധപ്പെട്ട, വചനാഭിഷേകവുമായി ബന്ധപ്പെട്ട ആ വചനാഭിഷേകം കിട്ടാനുള്ള ആ ഒരു മാർഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, വചനാഭിഷേകം ജീവിതം മാറ്റിമറിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. ഈ അഭിഷേകം കിട്ടുന്നതിന് മുമ്പ് എനിക്ക് പറ്റാതിരുന്ന പല കാര്യങ്ങളും, അതൊരുപാട് വലിയ കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റി അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ. ഇന്ന് ഞാൻ ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് പോകുന്നെങ്കിൽ, ഒരു ധ്യാനഗുരുവായിട്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ, ഈ ആത്മീയ ബോധ്യം എല്ലാ ദിവസവും നൽകി മുമ്പോട്ട് പോകുന്നെങ്കിൽ, അതിൻ്റെ എല്ലാം പിന്നിലെ രഹസ്യം അന്ന് കിട്ടിയ അഭിഷേകം. അതിനുശേഷം ഒരിക്കൽ ദൈവം എനിക്ക് ഒരു നിർദ്ദേശം, ഒരു ഉപദേശം പോലെ തന്നതുകൊണ്ടാണ് ഈ ആത്മീയ ബോധ്യം പോലും ആരംഭിച്ചത്. ഞാൻ തന്ന ഈ അഭിഷേകം പ്രയോജനപ്പെടുത്തി എൻ്റെ മക്കളെ വചനത്താൽ പരിപോഷിപ്പിച്ചുകൂടെ? അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നപ്പോഴാണ് ഈ ഒരു കാര്യം. കാരണം നമുക്കറിയാമല്ലോ, മത്തായി 4:4 പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ജീവിക്കേണ്ടത് അപ്പം കൊണ്ട് മാത്രമല്ല. ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് വളരെ ആവശ്യമാണ് എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വചനാഭിഷേകം പ്രാപിച്ച ചില ബൈബിൾ കഥാപാത്രങ്ങളെ ആദ്യം നമുക്ക് കണ്ടെത്താം. പുറപ്പാട് 4:12 അവിടെ നമ്മൾ കാണുന്നു, മോശയ്ക്ക് ദൈവം കൊടുത്ത വചനാഭിഷേകം, അവൻ്റെ നാവിൽ വചനം വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അവൻ സൂചിപ്പിച്ചൊരു കാര്യം, എനിക്ക് വിക്കാണ്, എനിക്ക് പാഠവുമില്ല, വാക്ചാതുര്യമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ആള് കംപ്ലീറ്റ് മാറി, ശക്തനായ ഒരു നേതാവായിട്ട് മാറി ഈ വചനാഭിഷേകം അവന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ. സംഖ്യ 23:16 വായിച്ചാൽ, ബാലാമിൻ്റെ നാവിൽ വചനം വെച്ച് ദൈവം അവനെ അഭിഷേകം ചെയ്തു. അതുകൊണ്ട് അവന് പറയാൻ പറ്റിയ കാര്യം, ദൈവം പറയാത്തൊരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ എന്ത് പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞാലും ഇതിനപ്പുറത്തോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ആ ഒരു അഭിഷേകം, വചനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചത് കൊണ്ടാണ്.
യെശയ്യാ 6:5 മുതൽ വായിക്കുമ്പോൾ യെശയ്യായുടെ അധരങ്ങളിൽ വചനം വെച്ച് ദൈവം അഭിഷേകം ചെയ്യുന്നു. ആ തീക്കട്ട കൊണ്ട് അവൻ്റെ അധരത്തെ ശുദ്ധീകരിക്കുന്നത് വചനാഭിഷേകമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ജെറമ്യാ 1:9 മുതൽ മുമ്പോട്ട് വായിച്ചാൽ ജെറമ്യായ്ക്ക് വചനത്തിൻ്റെ അഭിഷേകം നൽകുന്ന ദൈവത്തെ കാണാൻ പറ്റും. ഇനി അതുകൊണ്ട് അവന് ചെയ്യാൻ പറ്റിയത് ഇടിച്ചു പൊളിക്കാനും പണിതുയർത്താനും പിഴുതെറിയാനും നട്ടു വളർത്താനും ആ അഭിഷേകം അവനെ സഹായിച്ചു എന്നുള്ളതാണ്. എസെക്കിയേൽ 3:1 മുതൽ വായിക്കുമ്പോൾ പ്രവാചക വാ തുറക്കൂ, എന്നിട്ട് വെച്ചു കൊടുത്ത എന്താ? വചന ചുരുള്. അത് ഭക്ഷിച്ച് വയറ് നിറച്ച് കഴിഞ്ഞപ്പോൾ അവന് ചെയ്യാൻ പറ്റിയ കാര്യം, അവൻ്റെ അനുഭവം അവൻ വിളിച്ചു പറഞ്ഞത് ഇത് തേൻ കട്ട പോലെ മധുരിക്കുന്നു എന്നാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ദാനിയേൽ 10:16 വായിച്ചാൽ ദാനിയേലിൻ്റെ നാവിൽ ദൈവം വചനം വെച്ച് അഭിഷേകം നൽകുന്നത്. ഇവർക്കെല്ലാം ശക്തരായ നേതാക്കന്മാരായി മാറാൻ പറ്റി ഈ വചനാഭിഷേകത്തിലൂടെ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വചനം അതിൻ്റെ സൽഫലങ്ങൾ വളരെ വലുതാണെന്ന് ദൈവവചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വചനം നമ്മെ ശുദ്ധീകരിക്കും. യോഹന്നാൻ 15:3 നിങ്ങൾ കേട്ട വചനങ്ങളാൽ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വചനം നമ്മെ സുഖപ്പെടുത്തും. സങ്കീർത്തനം 107:17 മുതൽ വായിക്കുമ്പോൾ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തിയതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. എസെക്കിയേൽ 37 അസ്ഥികളുടെ താഴ്വാരം, അവിടെ നമ്മൾ കാണുന്നു വചനം ജീവൻ പകരുന്നത്. സുഭാഷിതങ്ങൾ 30:5 വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് വചനം കവചമായി മാറും. ദൈവിക സംരക്ഷണം വചനത്തിലൂടെ നമുക്ക് ലഭിക്കും. യാക്കോബ് 1:21 യോഹന്നാൻ 5:24 ഇതൊക്കെ വായിച്ചാൽ വചനം നമുക്ക് ജീവനും നിത്യജീവനും നൽകും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനത്തിൻ്റെ അഭിഷേകം കിട്ടണമെങ്കിൽ വില കൊടുക്കണം. എനിക്കറിയാം എൻ്റെ ജീവിതം, ഞാൻ ഇഷ്ടമില്ലാതെ ആണെങ്കിലും ഒരു ധ്യാനത്തിന് പോയി, ഒരു നവീകരണ ധ്യാനം. അവിടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, ഏതായാലും പോയതല്ലേ എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അവിടെയാണ് എനിക്ക് അഭിഷേകം കിട്ടിയത്. പിന്നെ വചനത്തിൽ കുറച്ചുകൂടി അഭിഷേകം ഉയർന്നത് ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛനെ ഉപദേശിക്കാമോ എന്നെനിക്കറിയില്ല, എങ്കിലും പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചതുകൊണ്ട് അച്ഛനെ തമാശിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വലിയ അഭിഷേകമാവും. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് നന്ദിയും പറഞ്ഞു. പിന്നീട് എനിക്കുണ്ടായ ഒരു അനുഭവം, പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു വചനവേദിയിൽ കയറി നിന്നാൽ ഒന്നിനു പുറകെ ഒന്നായി വചനം മനസ്സിലേക്ക് കർത്താവ് കൊണ്ടുവരും. അതങ്ങ് പറഞ്ഞു പോയാൽ മതി. എന്തെളുപ്പമായി വചനപ്രഘോഷണം. ഇങ്ങനെയുള്ള അഭിഷേകം കിട്ടണമെങ്കിൽ നമുക്ക് ചസ്റ്റൈസ്മെൻ്റ്, അതായത് വെട്ടിയൊരുക്കുന്ന അനുഭവങ്ങൾ, ഈ സഹനം കർത്താവ് അനുവദിക്കുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ജ്ഞാനം 6:17 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കും ഞാൻ ചെയ്യുന്ന ഈ മിനിസ്ട്രി ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതിനുവേണ്ട അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.